സലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ അല്ലാഹു നിങ്ങൾക്ക് 10 സലാത്ത് ചൊല്ലുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു സലാത്ത് ചെയ്യുന്നു. ഞങ്ങളും അല്ലാഹും കൂറായ ഇബാദത്തിന്റെ സലാത്താണ്. അല്ലാഹു ഒരു ഇബാദത്ത് എടുക്കുന്നില്ല, ഒരു അമലും ചെയ്യുന്നില്ല. അല്ലാഹു ചെയ്യുന്ന അമലാ സലാത്ത്. അത് ഇവിടെ പറഞ്ഞു. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി. ഈ ആയത്തിന്റെ എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും കേൾക്കുന്ന സദാസമയത്ത് കേൾക്കുന്നതാണ് ഈ ആയത്ത്. ഇന്നല്ലാഹു അല്ലാഹു സുബ്ഹാനഹു തആല വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സലാത്ത് ഞങ്ങൾക്ക് പോലെയാ. ഒരു സലാത്തില്ല 10 സലാത്ത്. അത് അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് അല്ല. അല്ലാഹു സലാത്ത് റഹ്മത്ത് ഇറക്കുക, 10 റഹ്മത്ത് ഇറക്കുക. നിങ്ങൾ ഒരു സലാത്ത് റസൂൽ പറഞ്ഞാൽ 10 റഹ്മത്തിനെ ഇറക്കി കൊടുക്കും. 100 സലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ ദോഷം വിട്ടുകൊടുക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ സല്ലല്ലാ അലൈഹി ഫിൽ യൗമിൽ ജുമുഅത്തി 100 മറ, രാത്രിയുടെ അകത്ത് 100 സലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ ദോഷത്തെ വിട്ടുകൊടുക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. വെള്ളിയാഴ്ച 300 സലാത്ത് ചൊല്ലണം. 3 പ്രാവശ്യം അൽഖഹ് ഓതണം. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. അത് സുന്നത്ത് തന്നെയാകുന്നു. എല്ലാ ഗ്രന്ഥങ്ങളിന്റെ സുബൂത്തായതാണ്, സ്ഥിരപ്പെട്ടതാണത്. പ്രിയമുള്ളവരെ, നാം ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്താക്കും? 10 സലാത്തിലും 10 റഹ്മത്ത് ഇറക്കും. അല്ലാഹു നമുക്ക് എത്രയോ റഹ്മത്ത് ചെയ്തിട്ടുണ്ട്, നിയമത്ത് ചെയ്തിട്ടുണ്ട്, റഹ്മത്ത് ഇറക്കിയിട്ടുണ്ട്. റഹ്മത്തിൽ തന്നെ പെട്ടതാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക, നല്ല ആഫിയത്തോടുകൂടി ഇരിക്കുക, നിസ്കരിക്കാൻ വേണ്ടി വരിക. ഇത് അല്ലാഹുവിന്റെ റഹ്മത്തിൽ പെട്ടതാ. അങ്ങനെ കണക്കില്ലാത്ത റഹ്മത്ത് അല്ലാഹു ചെയ്തിട്ടുണ്ട്. അതിൽ പെട്ട 10 ഒരു സലാത്ത് ചൊല്ലിയ 10 റഹ്മത്ത് അല്ലാഹു ഇറക്കി കൊടുക്കും. 10 മഗ്ഫിറത്തിനെ അല്ലാഹു കൊടുത്തു. അതായത് അല്ലാഹു 10 സയ്യിആത്തുകളെ അല്ലാഹു പൊറുക്കപ്പെടും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുള്ള സലാത്ത് ചൊല്ലുന്നവരിൽ ആശിഖീൻ അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഈ സലാത്ത് സുന്നത്താണോ ഫർദാണോ? ഇപ്പൊ സലാത്ത് ചൊല്ലില്ലേ? അല്ലാഹു സലാത്ത് ചൊല്ലുന്നു, മലക്കലെ സലാത്ത് ചൊല്ലുന്നു. മലക്കൽ സലാത്ത് ചൊല്ലുന്നത് മഗ്ഫിറത്തിന് വേണ്ടി ദുആർക്കുക, നമുക്ക് വേണ്ടി മഗ്ഫിറത്ത് ദുആർക്കുക. ഒരു സലാത്ത് ചൊല്ലിയാൽ മലക്കൾ ഇങ്ങനെ കണക്കില്ലാതെ മലക്കുണ്ടല്ലോ, മലക്കൾ നമുക്ക് വേണ്ടി വിട്ടുകൊടുക്കണേ ചോദിക്കുന്നു. അല്ലാഹു സലാത്ത് ഇല്ലാതെങ്കിൽ അല്ലാഹു നമുക്ക് റഹ്മത്ത് ഇറക്കി തരും. അങ്ങനെ ഈ സലാത്തും സലാമും അത് ഫർദാണ്. സുന്നത്ത് ചില സമയത്ത് സുന്നത്താണ്. നമ്മൾ 2 ആഴ്ചയൊക്കെ തിരിച്ചിട്ടുന്നതായ സലാത്ത് സുന്നത്തായ സലാത്താണ്. ഫർദായ സലാത്ത് ഏതെന്ന് പറയാൻ കഴിയുമോ? ഫർദായ സലാത്ത് സലാത്തിൽ ഫർദാണ്. ഇവിടെ അത്തഹിയ്യാത്തില്ല. ഇതാര് പറഞ്ഞതാ? സലാം പറഞ്ഞവിടെ മിഅ്റാജ് കഴിഞ്ഞ മാസം മിഅ്റാജ് 27ാമത്തെ രാത്രിയിൽ മിഅ്റാജിലേക്ക് പോയിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടി സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചത്? അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാം നിനക്കാണ് റബ്ബേ എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ അല്ലാഹു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ, അല്ലാഹുവിന്റെ കരുണ നിങ്ങളിലുണ്ടാകട്ടെ. സ്വലാത്തിന്റെ അർത്ഥം കരുണ എന്നാണ്. കരുണ നിങ്ങൾക്കുണ്ടാകട്ടെ, റഹ്മത്ത് നിങ്ങളിലുണ്ടാകട്ടെ. ബറകാതുഹു അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി, അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ, ബറകാതുഹു അല്ലാഹുവിന്റെ ബറക്കത്തും ഉണ്ടാകട്ടെ എന്ന് ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് ഉജുവായി അത് ഓതിയിൽ നിസ്കാരം ചെയ്യാവോ? ഈ അത്തഹിയ്യാത്ത് ഇത്ര ഓതി നിസ്കാരം ചെയ്യാവോ? പിന്നെ നിസ്കാരം ചെയ്യാൻ പിന്നൊന്നുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അതുപോലെയാണ് ഫർദായ തഹിയ്യാത്ത്. അത്തഹിയ്യാത്ത് ഓതൽ 10ാമത്തേതായ ഫർദ്.
സ്വലാത്തിന്റെ 14ാമത്തെ ഫർള്. നിസ്കാരത്തിൽ 14ാമത്തെ ഫർള് ഏതാണ്? 14 ഫർള് ഏത് ഒന്ന് വിട്ട് നിസ്കാരം പോയി, നിസ്കാരം ബാത്തിൽ. 10ാമത്തേത് അത്തഹിയാത്ത് ഓതൽ. കുട്ടികൾക്കറിയാം, 2ാം ക്ലാസ് കുട്ടികൾക്കറിയാം, 3ാം ക്ലാസ് കുട്ടികൾക്കറിയാം. അത്തഹിയാത്തുൽ 10ാമത്തെ ഫർളും സ്വലാത്തുൽ 14ാമത്തെ ഫർള്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു സ്വലാത്തു വസ്സലാം അല്ലാഹു സല്ലട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇബ്നു അല്ലാഹു സ്വലാത്ത് ഇരട്ടെ. അല്ലാഹു സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ പറയുന്നു. അത് അഫ്ആൽ സുന്നത്തിൽപ്പെട്ടതാണ്, അത് ഫർളിൽ പെട്ടതല്ല. വഅലാ ആലി മുഹമ്മദ് പറയുന്നില്ലേ നമുക്ക് അത്തഹിയാത്തിൽ, അത് ഫർളല്ല, അത് സുന്നത്താണ്. ഇതെല്ലാം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോ അസ്സലാത്തു മിഅ്റാജുൽ മുസ്ലിം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയപ്പോ പറഞ്ഞതാണ് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി. അല്ലാഹു പറഞ്ഞു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ പറഞ്ഞില്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബി പറഞ്ഞു അല്ലാഹുവേ എന്റെ മേൽ മാത്രം ഉണ്ടായാൽ പോരെ, പിന്നെ ലോകത്തിലുള്ള എല്ലാ സ്വാലിഹീങ്ങളായ ആൾക്കാരുടെ മേലും ഉണ്ടാവട്ടെ എന്ന് വിശ്വാസം പറഞ്ഞു. പിന്നെയാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ, പിന്നെ വഅലാ ഇബാദില്ലാഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിനു ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇതും ഫർളാണ്. പിന്നെ ബാക്കി സമയത്തെല്ലാം ചൊല്ലത് സുന്നത്താണ്. ഈ സമയത്ത് ഒരാൾ ചൊല്ലിയില്ലെങ്കിൽ, നിസ്കാരം ചൊല്ലിയില്ലെങ്കിൽ അവിടെ നിസ്കാരം തന്നെ ഇല്ല. അപ്പൊ സ്വലാത്തിന് ചില സമയത്ത് ഫർളാണ്, ചില സമയത്ത് സുനിസ്കാരത്തിന്റെ ഫർള് തന്നെയാണ്. സുനിസ്കാരത്തിന്റെ കിട്ടും ഈ അത്തഹിയാത്തും, അതായത് ഈ സലാമും അതുപോലെ തന്നെ സലാത്തും. ഫസ്റ്റ് അസ്സലാമു അലൈക സലാം, പിന്നെ സലാത്ത്. അല്ലാഹു പറഞ്ഞു ഇന്നല്ലാഹു മലായികതു യുസല്ലൂന അലൻ നബിയ്യി. അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമൂ, നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നാം എത്ര കണ്ട് മനസ്സിലാക്കി സ്വലാത്ത് ചൊല്ലുന്നുവോ, ആ ചൊല്ലുന്ന സമയത്ത് ഇഖ്ലാസ് വേണം, നിയ്യത്ത് വേണം. ആ ഫർളായ സ്വലാത്തും സലാമും നിയ്യത്തില്ലാതെ കണ്ടെങ്കിൽ, ഒട്രാസി പറഞ്ഞു പോയാൽ, ചിന്തിക്കാതെ കണ്ട് പറഞ്ഞു പോയാൽ സഹിയാവുകയില്ല, നിസ്കാരം സഹിയാവുകയില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് ഇത് കേൾക്കുന്നുണ്ട്, ഈ സലാത്ത് കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം വേണമെന്ന് അതാ മഹാരഥന്മാരായ ആൾക്കാർ പറയുന്നു. സഹോദരന്മാരെ, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരെങ്കിലും ഒരാൾ സലാം ചൊല്ലുകയാണെങ്കിൽ, എന്റെ മേൽ സലാം ചൊല്ലുകയാണെങ്കിൽ, റൗദാ ശരീഫിനകത്ത് പോയിട്ടാകട്ടെ, അല്ലാത്ത സമയത്ത് സലാം ചൊല്ലുകയാണെങ്കിലോ, അത്തഹിയാത്തിന്റെ നമ്മൾ സലാം ചൊല്ലുന്നില്ല, സലാം അലൈക അയ്യുഹൻ പറയുന്നില്ലേ, ആ സമയത്ത് എന്റെ റൂഹിനെ അങ്ങോട്ടതാ ഷരീഫിൽ ഇല്ല എങ്കിലും അപ്പോൾ ഞാൻ ഇന്നെന്താക്കും, എന്റെ ശരീരത്തേക്ക് അല്ലാഹു റൂഹിനെ മടക്കിയും കൊണ്ടിട്ടെന്താക്കും, ഇസ്ലാമിനെ ഞാൻ മടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സലാം ചിലവർക്ക് സലാം മടക്കുമെന്നാ പറയുന്നത്. ഖബറിന്റെ അതായത് റൗദാ ശരീഫിലേക്ക് വന്നിട്ട് ശരീരത്തേക്ക് റൂഹ് അല്ലാഹു മടക്കിയിട്ട് ഇല്ല റദ്ദല്ലാഹു അലൈഹി റൂഹി, എന്റെ റൂഹ് മടക്കിയിട്ടല്ലാണ്ടല്ല. ഇത് വെറുതെ പറയുകയല്ല, സ്വഹീഹായ ഹദീസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം എന്ത് വേണം? സ്വലാത്ത് പ്രേമികളാകണം, ആശിക്യങ്ങളാകണം. ഇവിടെ കൂട്ടം കൂട്ടമായിട്ട് ആളുകളും വലിയവർ ചെയ്യാനുള്ള വരാറുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ വന്നാൽ പോരാ. രണ്ടാഴ്ചയൊക്കെ കുറച്ച് ആൾക്കാർ വന്ന് വയസ്സന്മാരും പക്ഷെ കുട്ടികൾ വന്നാൽ പോരാ. യുവാക്കൾ പ്രത്യേകിച്ചും വരണം, എല്ലാവരും വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആശിത്തീങ്ങളിൽപ്പെട്ട ഒരാൾ
മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിക്കുക. മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ വരികയാണ്. ബഗ്ദാദിൽ നിന്ന്, ഇറാഖിൽ നിന്ന് വരികയാണ്. എത്ര ദൂരമാ, നടന്നുകൊണ്ട് വരികയാണ്. അദ്ദേഹം സലാത്ത് മെല്ലെ ചൊല്ലുന്നതല്ല, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി 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 അദ്ദേഹം വരികയാണ്. മദീനയുടെ ഗേറ്റിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതാ രാജാവിലേക്ക് സ്വപ്നം കണ്ടു. രാജാവേ, ആ മനുഷ്യനുണ്ടല്ലോ, ആ സലാത്തിനെ കൊണ്ടുവന്ന റഷീദുൽ ബഗ്ദാദിനെ അകത്തേക്ക് കടത്തരുത്, ഗേറ്റിന്റെ ഉള്ളിലേക്ക് കടത്തരുത്, മദീനയിലേക്ക് കടത്തരുത്. ഒരു പക്ഷേ അദ്ദേഹം വന്നാൽ ഞാൻ ഈ ഖബറിൽ നിന്നിട്ട് ഈ റൗള ശരീഫ് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും, അതുകൊണ്ട് കടത്തരുതേ എന്നതാ രാജാവിന് സ്വപ്നം കാണുകയാണ്. അങ്ങനെ ഗേറ്റ് പാരാവിനോട് പറയുന്നു, സലാത്ത് ചൊല്ലിക്കൊണ്ടുവരുന്ന ആള് മടക്കേക്കണം. അതെന്തായി, ഗേറ്റിന്റെ അടുത്തേക്ക് എത്തി സലാത്ത് ചൊല്ലിക്കൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജോർ ചൊല്ലിക്കൊണ്ട് വരികയാണ്. ആ സമയത്ത് ഗേറ്റ് പാരാവ് നിർത്തി. രാജാവിന്റെ ഓർഡർ മടക്കേക്കാൻ വേണ്ടി പോകണം, യാതൊരു നിർവാഹവുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ പോകും എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം അതാ തിരിച്ചു പോയിട്ട് ഒരു വിറക് ചുമന്നുകൊണ്ടുവരുന്നതായ ആളോട് പറഞ്ഞു, നിനക്ക് എത്ര പൈസ തരാം, എന്നെ വിറകിന്റെ ഉള്ളിലായും കൊണ്ട് എന്നെ മദീനയിലേക്ക് എത്തിച്ചോളണം. അങ്ങനെ പിന്നെ വീണ്ടും സ്വപ്നം കാണുക. റസൂലിനെ പറയുന്നു, അദ്ദേഹം വിറകിന്റെ ഉള്ളിൽ വരുന്നതാണ്, അതുകൊണ്ടിട്ട് അദ്ദേഹം പിന്നെ സലാത്ത് മെല്ലെ ചൊല്ലും, അതുകൊണ്ടിട്ട് കേൾക്കൂല, നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല. എന്ത് വേണം, ഗേറ്റ് പാറാ സലാത്തിൽ കൊണ്ടുവരണം, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സലാത്തിൽ കൊണ്ടുവരണം എന്ന് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സലാത്ത് നബിന്റെ പേര് കേൾക്കുമെന്നായി സലാത്തില്ലേ ഈ കെട്ടിന്റെ, ഈ വിറകിന്റെ കെട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് വിറകിന്റെ കെട്ട് താഴ്ച്ചു, എന്നിട്ട് മടക്കാക്കുകയും ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ആശിക്ക ജീവിച്ചു, വരാൻ കഴിഞ്ഞില്ല എന്ന കാരണം എന്താ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വന്നാലും ഖബറിൽ എഴുന്നേൽക്ക് വേണ്ടി വരും. റസൂലുള്ളാഹി തങ്ങൾ എത്ര ആൾക്കാർ കൈകൊട്ടതാ, ഹയാത്തിൽ പോയി ജിയാദ് ചെയ്ത ആൾക്കാർക്ക് എത്ര കൈകൊട്ടുന്നുണ്ട് സംഭവം. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ ഉഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹദറത് ഫംദുദ് യദൈക ലികൈ തുഹദാ ബിഹാ ശഫതി. ഇതുവരെ ഞാൻ റൂഹിനെയാണ് പറഞ്ഞയക്കുന്നത്, ഇപ്പോൾ എന്റെ ശരീരം വന്നിട്ടുണ്ട്, നിങ്ങളുടെ കൈ അങ്ങോട്ട് തരണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള കൈ അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. മൗലൂദിന്റെ ചരിത്രം കാണാം, വിവിധ കിതാബുകളുടെ ചരിത്രം കാണാം. വിവിധ കിതാബിലുള്ള ചരിത്രമാണ് ഈ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം എന്ത് വേണം, റസൂലുള്ളാഹിയെ ആശിക്കീങ്ങളാകണം, സലാത്ത് ചൊല്ലിക്കൊണ്ടേ വേണം. പെണ്ണുങ്ങളാണ് ഞങ്ങളെക്കാൾ അധികം പെണ്ണുങ്ങൾ ആശിക്കൊണ്ടിരിക്കുന്നത്. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സലാത്തിലിയോട് അവർ പണിയെടുക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ യൂട്യൂബിലെല്ലാം തന്നെ മൊബൈൽ യൂട്യൂബുകളുണ്ട്. ആ യൂട്യൂബിന് എന്തൊക്കെ എല്ലാം വരുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ദിക്റുകളും വരുന്നു, ദുആ വരുന്നു, സലാത്തും വരുന്നു, വനനിൽക്കുന്ന സലാത്തും വരുന്നുണ്ട്. ഒരവസരം പ്രിയമുള്ളവരെ, ഒരു വാപ്പയും ഉമ്മയും ഹജ്ജിലേക്ക് പോവുകയാണ്. വാപ്പയും മകനും ഹജ്ജിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഒരു വഴിയുടെ മധ്യത്തിൽ എത്തുമ്പോ വാപ്പാക്ക് രോഗം ബാധിച്ച് ബാപ്പ രോഗത്തിൽ കിടപ്പിലായി മരണിച്ചു, അതായത് മരിച്ചുപോയി. അസ്രായേൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുകയും അങ്ങനെ ഇദ്ദേഹം വളരെ ബേജാറായിപ്പോയി. മകൻ, ഞാൻ എങ്ങനെ എന്തു ചെയ്യും? അങ്ങനെ വഴിയിൽ വരുന്ന ആള്
ആൾക്ക് വേണ്ടിയിട്ട് വാപ്പാന്റെ മുഖത്തിൽ നിന്ന് തുണി അങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ്. ആ തുറന്നു കൊടുക്കുമ്പോൾ പന്നിന്റെ മുഖമായിട്ട് മാറിയിട്ടുണ്ട്. വാപ്പാന്റെ മുഖം പന്നിന്റെ മുഖമായി മാറിയിട്ടുണ്ട്. നിസ്കരിക്കാത്ത മനുഷ്യനാണ്. ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട്. ഹജ്ജിന് പോയിട്ട് നന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം മകൻ ഇങ്ങനെ കരയുകയാണ്. എന്ത് ചെയ്യും, എങ്ങനെ മലപാടും? അങ്ങനെ കരഞ്ഞ് ഇങ്ങനെ ക്ഷീണിതനായി അവിടെ തന്നെ ഉറക്കം വന്നു. സ്വപ്നത്തിൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ മനുഷ്യ, നിന്റെ വാപ്പല്ലേ മരിച്ചത്, നീ എന്തിനാ കരയുന്നത്? ഞാൻ പന്നിന്റെ മുഖമായതുകൊണ്ട് ഞാൻ കരയുകയാണ്. ഞാൻ എന്ത് വേണം? എന്നാൽ നീ ഒന്ന് ബേജാറാകണ്ട, അദ്ദേഹം നിസ്കരിക്കാത്ത മനുഷ്യനാണ്. പക്ഷേ ഒരു നല്ല കാര്യം മദ്യം ചെയ്തിട്ടുണ്ടെന്നറിയോ? സദാസമയത്ത് സലാത്ത് ചൊല്ലുന്നതാ പതിവുണ്ട് നിന്റെ വാപ്പാക്ക്. അതുകൊണ്ട് നിന്റെ വാപ്പാന്റെ മുഖത്തിന്റെ പന്നിന്റെ കോലം ഞാൻ മാറ്റിത്തരാം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അതാ ആ മകൻ ഇത് സ്വപ്നത്തിന്റെ കഥ. പിന്നെ മുഖ്യ പ്രഭാഷകനായ വോയിസ് മദനി അവറുകൾ വരുന്നു. ഞാൻ പറഞ്ഞു വെച്ച ഒരു ഹിസ്റ്ററി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇരുത്തവും നടത്തവും കേൾവിയും എല്ലാം തന്നെ അല്ലാഹു സാലിഹായവരാക്കി തീർക്കുമാറാകട്ടെ. നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മകനെ നീ എന്താക്കണ്ട, മകനും ബാപ്പയല്ലേ ഹജ്ജിന് പോയത്, മകനോട് പറഞ്ഞു, നീ ബേജാറാവണ്ട, നിന്റെ വാപ്പാന്റെ മുഖം പന്നിന്റെ മുഖം മാറ്റി നല്ല സുന്ദരമായ മുഖമാക്കി മാറ്റിത്തരാം. കാരണം അദ്ദേഹം ഹയാത്ത് കാലത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു. നിസ്കാരം ഉപേക്ഷിച്ചതാണ്. ഈ ശിക്ഷ അവിടെ കിട്ടും. നിസ്കാരത്തിന് ഉപേക്ഷിച്ച ശിക്ഷ, ഒരു വക്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ 80 ഉഖ്ബ. ഒരു ഉഖ്ബ എന്ന് പറയും 80 വർഷം. അവിടുത്തെ 6400 വർഷം, ഇവിടുത്തെ 3,15,000 വർഷമാണ്. ഒരു വക്ത് നിസ്കാരം വിട്ടാൽ ആഖിറത്തിന്റെ 6400 വർഷം, ഇവിടെ 3,15,000 വർഷം, 80 ഉഖ്ബ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ മുഖ്യ പ്രഭാഷകൻ സ്റ്റേജിലേക്ക് വരുന്ന നിസ്കരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് അദ്ദേഹം നമുക്ക് സംഭാഷണം പറയും, അതായത് നമുക്ക് ഉപദേശം പറയും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മകനെ, നിന്റെ വാപ്പാന്റെ പന്നിന്റെ മുഖം മാറ്റിയിട്ട് നല്ല സുന്ദരമായ മുഖമാക്കി ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് മകനെ കൂട്ടിക്കൊണ്ട് പാപ്പാന്റെ അടുത്ത് പോവുകയും ആ തുണി അങ്ങോട്ട് തുറന്നുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമാകുന്ന ആ കൈ കൊണ്ട് തടവുകയും അതാ പന്നിന്റെ കോലം മാറുകയും സുന്ദരമായ മുഖമായി മാറുകയും ചെയ്തു. പെട്ടെന്ന് ഇദ്ദേഹത്തിലേക്ക് എന്തായി? ഇഷാറത്തായി നോക്കുമ്പോ ഉറക്കിലാണ് ഇത് കണ്ടത്. ഇഷാറത്തായി നോക്കുമ്പോ അതാ ബാപ്പാന്റെ മുഖം തുറന്നു നോക്കുമ്പോ സുന്ദരമായ മനുഷ്യന്റെ മുഖമായി മാറിയിട്ടുണ്ട്. പിന്നെ ഈ മകൻ തീരുമാനിച്ചു, എന്റെ ജീവിതം മുഴുവൻ ഞാൻ എന്താക്കാം, ഞാൻ സലാത്ത് ചെയ്തുകൊണ്ടേയിരിക്കാം എന്ന്. അങ്ങനെ ഹജ്ജിലേക്ക് അദ്ദേഹം പോയിട്ട് തവാഫ് ചെയ്യുന്ന സമയത്തോട് പണ്ഡിതൻ ചോദിച്ചു, എന്താ
ഓരോ തവാഫിന്റെ അകത്തും ഓരോ ദുആകളുണ്ടല്ലോ, ഇതൊന്നും നീ പറയാതെ എന്താണ് ഈ സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോ സംഭവം പറഞ്ഞു, ബാപ്പാന്റെ സംഭവം പറഞ്ഞു. പിന്നെ ആ പണ്ഡിതൻ ഉണ്ടാവില്ല, അദ്ദേഹം മരിക്കുന്നവർ അങ്ങനെ ചെയ്തു എന്നാണ് പിന്നെ സംഭവം അറിയിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും നമുക്ക് സ്വലാത്തുകളിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫായ സുലൈമാൻ ജസൂരി റളിയല്ലാഹു തആല അൻഹും തന്റെ അനുയായി മുരീദന്മാരായ ആൾക്കാരും ഇങ്ങനെ സഫർ പോവുകയാണ്. ഇതൊന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം, പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോ നിസ്കാരത്തിന് സമയമായി പോയി. അങ്ങനെ വെള്ളം തേടുകയാണ്. എവിടെയും വെള്ളമില്ല. ഒരു കിണർ കിട്ടി. ആ കിണറിനകത്ത് അടിയിൽ വെള്ളമുണ്ട്, പക്ഷേ തോൽപാത്രമില്ല, ബക്കറ്റില്ല, വാൽതിയില്ല, ഒന്നുമില്ല. വെള്ളം എടുക്കാതെ യാതൊരു നിവൃത്തിയുമില്ലാത്ത സമയത്ത്, കയറുപോലുമില്ല, ഒന്നുമില്ലാത്ത സമയത്ത് പരിഭ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അങ്ങോട്ട് ഓടി വരികയാണ്. എന്താ നിങ്ങൾ എവിടെയാ? എന്ന നാട് എവിടെയാ? ഇന്ന സ്ഥലത്താ. എന്താ നിങ്ങൾ തേടുന്നത്? എന്താ? വെള്ളം തേടും. നിസ്കാരം സമയമായല്ലോ, നിസ്കാരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം തേടുകയാണ്. വെള്ളമുണ്ട്, പക്ഷെ എടുക്കാനുള്ള പാത്രമൊന്നുമില്ല, വള്ളിയില്ല, ഒന്നുമില്ല. ഈ പെൺകുട്ടി കിണറ്റിന്റെ അടുക്കേക്ക് പോയിട്ട് എന്തോ ഒന്ന് മന്ത്രിച്ചു തുപ്പി. ഈ പെൺകുട്ടി കിണറ്റിന്റെ പക്കത്തേക്ക് പോയിട്ട് എന്തോ മന്ത്രിച്ച് തുപ്പിട്ടാകുമ്പോ ആ കിണറ്റിലെ വെള്ളം ഇങ്ങനെ പൊന്തി വരികയാണ്. ഏതുവരെ ഇവർക്കെല്ലാം കയ്യക്കത്തക്ക നിലക്കുള്ളതായ വെള്ളം പതാ വന്നുപോയി. ആ സമയത്ത് അവരെല്ലാവരും ഉതുകൊടുത്തതിനു ശേഷം പെൺകുട്ടി ചോദിക്കാൻ, നീ ആരാണ്? ഇത്രയും വലിയ കറാമത്ത് കാണിക്കാൻ നീ ആരാണെന്ന് ചോദിച്ചു. ഞാൻ ഒന്നുമില്ല, ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫ സുലൈമാൻ ജസൂരി റളിയല്ലാഹു തആല ഉണ്ടാക്കിയ സലാത്തിന്റെ കിതാബുണ്ടല്ലോ, അത് ഞാൻ ഓതിക്കൊണ്ടുണ്ട്. അതിനകത്ത് എല്ലാ സലാത്തും പല നിലക്കുള്ള 100 കണക്കുള്ള സലാത്ത് അതിനകത്തുണ്ട്, 100 സൈസുള്ള സലാത്ത് അതിനകത്തുണ്ട് ദലായിലുൽ ഖൈറാത്തിൽ. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. അങ്ങനെയുള്ളതായ ദലായിലുൽ ഖൈറാത്ത് ഒരു സലാത്ത് ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ആ സലാത്ത് ചൊല്ലിട്ടാണ് ഞാൻ വന്നിച്ച് തുപ്പി എന്ന് പറഞ്ഞു. അപ്പോ മറ്റുള്ളവർ പറഞ്ഞു, ഇതന്നെയാണ് ഇയാളെന്നെ ഉണ്ടാക്കിയത്. ഈ നേതാവായ, ഈ സംഘത്തിന്റെ നേതാവായ സുലൈമാൻ ജസൂരി, അദ്ദേഹമാണ് ഈ വെള്ളം നെറ്റേടി നടക്കുന്നത്. ഇദ്ദേഹം തന്നെയാണ് ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ മുസന്നിഫ് ഉണ്ടാക്കിയ സലാത്ത് ഉണ്ടാക്കിയാൽ ഒരു അത്ര ഫോറുണ്ടായില്ല. പിന്നെയോ ആ സലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ആ നിയത്തിന്റെ അനുസരിച്ച് ആ പെണ്ണിക്ക് പോലും ഏറ്റവും വലിയ കറാമത്ത് കാണിക്കാൻ കഴിഞ്ഞു. അത്രയും ശ്രേഷ്ഠമുള്ള വിഷയമാണ് സലാത്ത് ചൊല്ലുക എന്നുള്ളത്. സലാത്ത് കൊണ്ട് എന്ത് ഉദ്ദേശം വെക്കുന്നുണ്ടോ അവന് എല്ലാവരും ഹാജരാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മാത്രമല്ല, യാസീൻ ഓതി എന്തൊരു ഉദ്ദേശം കൊണ്ട് യാസീൻ ഓതുന്നുണ്ടോ അവന് എല്ലാവരും ഹാജരായി പോകും. ഫാത്തിഹ ഉണ്ടല്ലോ, ഫാത്തിഹ എന്ത് ഉദ്ദേശം ഒന്നുണ്ടോ എന്താക്കും, അത് നിറവേറ്റും, ഹാസിലാകും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ 3 കാര്യം അധികവും ചൊല്ലിക്കൊണ്ട് വേണം, ഓതിക്കൊണ്ട് വേണം. ഫാത്തിഹയും യാസീനും സലാത്തും. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഓതുന്നുണ്ടോ അത് എന്താവും. ഞങ്ങൾ പറയും അല്ലേ, എന്തോ വിഷയം പറയുമ്പോ അൽ ഫാത്തിഹ വിളിച്ചിട്ടുണ്ടാകും, ഫാത്തിഹ ഓതുന്നു അല്ലേ. അത് ശരിയാർക്ക് പിടിക്കൂല. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി ഒന്ന് ചോദിക്കുന്നു, ഞാൻ ദിവസം എത്ര സലാത്ത് ചൊല്ലേണ്ടതാണ്? എത്രയാ സലാത്ത് ചൊല്ലേണ്ടത്? നിനക്ക് കഴിഞ്ഞ എത്ര ചൊല്ലി മസ്തതാ, നീ എത്ര കഴിയുന്നുണ്ടോ അത്ര സലാത്ത് ചൊല്ലുക. അല്ല നബിയെ, ഞാൻ ദിവസത്തിന്റെ 3 ഒരു ഭാഗം ചൊല്ലട്ടെ, ദിവസത്തിന്റെ 3 ഓതി വെച്ചിട്ട് ഓതി ചൊല്ലട്ടെ. ജാസ്തി ആക്കിയ നിനക്ക് ഖൈറാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞാൻ ദിവസത്തിന്റെ 2 ഭാഗം ഞാൻ സലാത്ത് ചൊല്ലട്ടെ. ഇതിനേക്കാൾ ജാസ്തി ആക്കിയ ഖൈറാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ്, ഞാൻ ദിവസം മുഴുവനും ഫർനിസ്കാരം കഴിഞ്ഞാൽ, അത്യാവശ്യമായ കാര്യം കഴിഞ്ഞാൽ പിന്നെ എല്ലാ സമയത്തും ഞാൻ എന്താക്കും, സലാത്ത് ചൊല്ലുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു,
ദുനിയാവും ആഖിറവും നീ കരസ്ഥമാക്കി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത്ര പവറുണ്ട് എനിക്ക് സലാത്തിൽ.